തൃശൂർ ക്യാപിറ്റൽ വില്ലേജ് 4C ബിജെപി പ്രാദേശിക നേതാവ് ഹരിദാസനും കുടുംബത്തിനും വോട്ട് വന്നതിനെക്കുറിച്ച് തനിക്ക് അറിയില്ല എന്നാണ് ബിജെപി മുൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ അനീഷ് കുമാറിന്റെ പ്രതികരണം. LDFും UDFും വ്യാജ വോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്നും വിജയിച്ച് നിൽക്കുന്നതിനാൽ തങ്ങൾക്ക് നിലവിൽ പരാതി നൽകേണ്ട സാഹചര്യമില്ല എന്നും കെ അനീഷ് കുമാർ മീഡിയ വണിനോട് പറഞ്ഞു. ബിജെപിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് കൂടിയായ കെ അനീഷ് കുമാറാണ് എന്നോടൊപ്പം ഉള്ളത്. ഇപ്പോൾ BJPക്കെതിരെ വലിയ ആരോപണമാണ് ഉള്ളത്. അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പുറത്ത് വന്നിരിക്കുന്നത്. അത് നിങ്ങൾ ഇനി എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്? അല്ല, ഭാരതീയ ജനതാ പാർട്ടി വ്യവസ്ഥാപിതമായ മാർഗത്തിൽ കൂടി, നിയമപരമായിട്ടുള്ള മാർഗത്തിൽ കൂടി മാത്രമേ ഭാരതീയ ജനതാ പാർട്ടി വോട്ട് ചേർത്തിട്ടുള്ളൂ. ഞങ്ങൾ ചേർത്ത വോട്ടൊക്കെ ഞങ്ങൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ BJP ചേർത്തിട്ടുള്ള വോട്ടുകൾ ചെയ്യാൻ വന്ന സമയത്ത് തടയുന്ന സംഭവം ഉണ്ടായി. ഇലക്ഷൻ ദിവസം തടയുന്ന സംഭവം ഉണ്ടായി. ആ സമയത്ത് ഞങ്ങളെല്ലാവരും ഇടപെട്ടു. ഞങ്ങൾ ചേർത്ത മുഴുവൻ വോട്ടുകളും ഞങ്ങൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. മറ്റു വോട്ടുകളെക്കുറിച്ച് ഞങ്ങൾ ചേർത്ത വോട്ടുകളല്ല, അത് മറ്റു പല പാർട്ടിക്കാരും ചേർത്തതായിട്ട് ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ തൊട്ടപ്പുറത്തൊരു ഫ്ലാറ്റിൻ്റെ പേര് പറഞ്ഞു. ആ ഫ്ലാറ്റ് ഇവിടെ കോൺഗ്രസിൻ്റെ നോർത്ത് മണ്ഡലം പ്രസിഡന്റിൻ്റെ ഫ്ലാറ്റാണ്. അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലാണ് വോട്ട് ചേർത്തു എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മറുപടി പറയേണ്ടത് അദ്ദേഹവും അതുപോലെ തന്നെ BLO ഒക്കെയാണ്, അല്ലാതെ BJPക്കാരല്ല മറുപടി പറയേണ്ടത്. വെങ്ങലശ്ശേരിയിലെ ഹരിദാസൻ BJPക്ക് വേണ്ടി അവിടെ പഞ്ചായത്തിൽ മത്സരിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അമ്മയുടെ ഒക്കെ വോട്ട് എങ്ങനെയാണ് ഒരു കോൺഗ്രസ്സുകാരൻ്റെ ഫ്ലാറ്റിൽ വരുന്നത്? അത് അദ്ദേഹത്തോട് ചോദിക്കണം. BJPക്കാർ അവരുടെ വോട്ട് ചേർത്തിട്ടില്ല. അവരുടെ വോട്ട് ആരാണ് ചേർത്തത്, അവർ നേരിട്ട് ചേർത്താണോ, എന്താണ് കാര്യങ്ങളെന്ന് അവരോട് തന്നെ ചോദിക്കണം. ഇപ്പം നിങ്ങൾ പറയുന്ന കുറേ വോട്ടുകൾ കയറി കിടക്കുന്നു എന്ന് പറയുന്ന വോട്ടുകൾ ഞങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് ആ വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടില്ല, വോട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ ചെയ്യാത്ത വോട്ടിനെ കുറിച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 25% ആളുകൾ ഇവിടെ വോട്ട് ചെയ്തിട്ടില്ല. അതെന്ത് കാരണത്തിൻ്റെ പേരിലാണ്, എങ്ങനെയാണെന്നൊന്നും അതിന് മറുപടി പറയാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ഞങ്ങളിപ്പോൾ അന്വേഷിക്കുന്ന സമയത്ത് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരൊക്കെ വ്യാപകമായിട്ട് അപ്പാർട്ട്മെൻറ്റുകളൊക്കെ കേന്ദ്രീകരിച്ചിട്ട് വോട്ട് ചേർത്തായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും പിതൃത്വം ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. കള്ളവോട്ട് ചേർക്കുന്നതും ചെയ്യിപ്പിക്കുന്നതൊക്കെ എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റുകാരുടെ പണിയാണ്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ പരാതി കൊടുക്കാതിരുന്നത്? അല്ല, ഞങ്ങൾ ചില ഫ്ലാറ്റുകളിൽ അനധികൃതമായിട്ട് വോട്ട് വന്ന സമയത്ത് ആ കാര്യം ഞങ്ങൾ അന്ന് കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പരിശോധന നടത്തി അത് ആബ്സെൻ്റ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇലക്ഷന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട സമയത്ത് ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു, 75,000 വോട്ടിന് BJPയോട് ജയിച്ചു കഴിഞ്ഞു. ഞങ്ങൾ 75,000 വോട്ടിന് ജയിച്ച ഒരു മണ്ഡലത്തിൽ ഇനി അതിൻ്റെ പിന്നാലെ പരാതിയായിട്ട് പോകാൻ ഞങ്ങൾ എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല. ഞങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പിലാണ്. ഗോപിയുടെ സഹോദരനും ഭാര്യയ്ക്കും തൃശ്ശൂരും അവർക്ക് വോട്ടുണ്ട്, കൊല്ലത്ത് വോട്ടുണ്ട്. അല്ല, അങ്ങനെ നിരവധി രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പല സ്ഥലത്ത് വോട്ടുണ്ടെന്നേ. 2 വോട്ട് ഉള്ളതൊന്നും ഒരു വലിയ കുറ്റമൊന്നുമല്ല. പക്ഷേ 2 സ്ഥലത്ത് വോട്ട് ചെയ്യാൻ പാടില്ല. 2 സ്ഥലത്ത് പുതിയൊരു സ്ഥലത്ത് വോട്ട് ചേർക്കുന്ന സമയത്ത് ചിലപ്പോൾ പഴയ സ്ഥലത്ത് വോട്ട് വെട്ടിപ്പോയിട്ടുണ്ടാവില്ല. പക്ഷേ ഏതെങ്കിലും ഒരു സ്ഥലത്തെ വോട്ട് ചെയ്യാൻ പാടുള്ളൂ. ഈ സുരേഷ് ഗോപി സ്വാഭാവികമായിട്ട് ഇവിടെ താമസിക്കുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷെ അദ്ദേഹം തദ്ദേശ ഇലക്ഷനിൽ അദ്ദേഹത്തിന് വോട്ട് തിരുവനന്തപുരത്താണ്. അല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയും വോട്ടർ പട്ടിക 2-2 അദ്ദേഹം വോട്ട് മാറ്റിയിട്ടുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ മാത്രമേ വോട്ട് മാറ്റിയിട്ടുള്ളൂ. അദ്ദേഹം ലോക്സഭാ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ കുടുംബം ഇവിടെ വോട്ട് ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. 5 വർഷക്കാലം അദ്ദേഹം ഇവിടെ തുടർച്ചയായിട്ട് താമസിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ വോട്ട് ഇവിടെ മാറ്റി ഇവിടെ വോട്ട് ചെയ്തു. എന്തായാലും BJPയുടെ വാദം ഇതാണ്, തങ്ങൾ കള്ളവോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ BJP പ്രവർത്തകർ, അദ്ദേഹത്തിന്റെ കുടുംബം അടക്കമാണ് ഈ വ്യാജ വോട്ട് ഈ 4C എന്ന ഈ ക്യാപിറ്റൽ അപ്പാർട്ട്മെന്റിൽ ചേർത്തത് എന്ന് വ്യക്തമായ തെളിവുകൾ പുറത്തു വന്നതാണ്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്. BJP മുൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ അനീഷ് കുമാർ ഈ വിവാദങ്ങളെ, ക്രമക്കേടുകളെയൊക്കെ ന്യായീകരിക്കുകയാണ്. അങ്ങനെ ഒരു കള്ളവോട്ട് BJP നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് അതിനെ പ്രതിരോധിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. പക്ഷേ അത് BJPക്കെതിരെ വലിയ ആയുധമാക്കുകയാണ് LDFും UDFും ചെയ്യുന്നത്.